മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങളും ചില മറുപടികളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് കേരളത്തിലെ CPIയെ കുറിച്ചാണ്. CPIയുടെ നിലപാട് ADGPയെ മാറ്റണമെന്നാണ്. ഒരു കാരണവശാലും മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു. കൂടെ ചേർത്ത് നിർത്തും, ADGPയെ തൽക്കാലം മാറ്റുന്ന പ്രശ്നമേ ഇല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ADGPയെ മാറ്റുന്ന പ്രശ്നമില്ല. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അന്വേഷണം വരട്ടെ, അന്വേഷണം വന്നിട്ട് കാര്യങ്ങൾ ആലോചിക്കാം എന്ന് മാത്രമാണ്. ഈ തൽക്കാലം അദ്ദേഹത്തിനെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റുന്ന പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇവിടെയാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുന്ന പാർട്ടി ഓഫീസുകളിലും നേതാക്കന്മാർ അവരുടെ വീടുകളിലും, CPIയുടെ നേതാക്കന്മാർ അവരുടെ വീടുകളിലും പാർട്ടി ഓഫീസുകളിലും വേണ്ടി വന്നാൽ MN സ്മാരകത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന CPI നേതാക്കളുടെ പ്രതികരണം, അപ്പോഴവരുടെ മുഖത്ത് വരുന്ന പ്രതികരണം ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ തന്നെ കാണുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബിനോയ് വിശ്വം പറഞ്ഞത് അനന്തമായിട്ട് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് ഉടനെ തീരുമാനമെടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇടതു മുന്നണിയിൽ വളരെ ആവേശത്തോടെ കയറിപ്പോയി ADGPയെ മാറ്റിയേ പറ്റൂ, അത് ഞങ്ങൾ അവതരിപ്പിക്കും, അതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞ് വളരെ ഉശിരോടെ പോവുകയും തിരിച്ചു വന്നിട്ട് ADGPയെ മാറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മുഖ്യമന്ത്രി ഒരു ആവശ്യം പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കണ്ടേ, എങ്കിലും ഒരു അന്വേഷണം നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അപ്പോൾ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പിന്നീട് KE ഇസ്മായിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ADGPയെ മാറ്റേണ്ടത് തന്നെയാണ്, അയാളെ ഇരുത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നത് ശരിയല്ല എന്ന് KE ഇസ്മായിൽ പറഞ്ഞപ്പോൾ ബിനോയ് വിശ്വം വീണ്ടും രംഗത്ത് വന്നിട്ട് പറഞ്ഞു, അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇടതു മുന്നണിയിൽ സമ്മതിച്ചെങ്കിലും അത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണ്. ഇപ്പോൾ ഇതാ പറഞ്ഞിരിക്കുന്നു, അന്വേഷണം നടക്കട്ടെ എന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് അന്വേഷണം 6 മാസത്തേക്കാണ്. അന്വേഷണം എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ കാണുന്നത് പോലത്തെ വളരെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്ന അന്വേഷണമല്ല. ഈ ആരോപണങ്ങൾ, അതായത് CPI പറഞ്ഞ ആരോപണം ഉൾപ്പെടെ അൻവർ പറഞ്ഞതും CPI പറഞ്ഞ ഇദ്ദേഹത്തിനെ ADGP സ്ഥാനത്ത് നിന്നും നീക്കണമെന്നാണ്. അങ്ങനെ CPI പറഞ്ഞ കാര്യം ഉൾപ്പെടെ അൻവർ പറഞ്ഞ കാര്യവും ഒക്കെ ADGPക്കെതിരായ ഉന്നയിച്ച ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ വസ്തു വയ്ക്കൽ, അവിടെ വലിയ കൊട്ടാരം നിർമ്മിക്കൽ, സ്വർണം കടത്തി എന്നുള്ള ആരോപണം, ഇങ്ങനെയെല്ലാം ഈ വിഷയങ്ങളെല്ലാം അതിന്റെ പ്രാഥമിക അന്വേഷണമാണ് നടത്തുന്നത് മുഖ്യമന്ത്രി ഇരുന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അതിൽ കഴമ്പുണ്ടോ, ഈ പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രമുള്ള ഒരു അന്വേഷണം. അതാണ് 6 മാസം സമയം കൊടുത്തിരിക്കുന്നത് വിജിലൻസിന്. ഈ 6 മാസം എന്ന് പറയുന്നത് വേണ്ടി വന്നാൽ, ഇപ്പോ പൂരം അന്വേഷണം ഒരാഴ്ചക്കകത്തെന്ന് പറഞ്ഞിട്ട് 5 മാസമായിട്ടും പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ അതാ വീണ്ടും ഒരാഴ്ച നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഈ അന്വേഷണവും 6 മാസം എന്ന് പറയുന്നത് അന്വേഷണ സംഘം വീണ്ടും ഒരു 6 മാസം ചോദിക്കും, ചിലപ്പോൾ ഒരു 3 മാസം ചോദിക്കും, അപ്പോഴും അത് അനുവദിച്ചു കൊടുക്കും. അങ്ങനെ 1 വർഷക്കാലം ഈ കഴമ്പുണ്ടോ, ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്നുള്ള അന്വേഷണം ഏകദേശം 1 വർഷക്കാലം നീണ്ടുപോകും. അപ്പോൾ ഈ 1 വർഷക്കാലവും ADGP എന്നുള്ള നിലയിൽ ഇദ്ദേഹം ഈ കസേരയിലിരിക്കും. അപ്പോഴേക്കും DGPയെ തിരഞ്ഞെടുക്കേണ്ട ആ ഒരു കാലഘട്ടം വരും. ആ DGPയെ തിരഞ്ഞെടുക്കുന്ന കാലഘട്ടം വരികയും ഇപ്പോൾ ഇരിക്കുന്ന DGPയുടെ കാലാവധി തീരുകയും ചെയ്യും. അപ്പോൾ പുതിയ DGPയെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ വരും. വേണ്ടി വന്നാൽ ചിലപ്പോൾ ADGP DGP ആയിക്കൂടാ എന്നുമില്ല. അപ്പോൾ ഈ CPIക്കാർ എന്ത് ചെയ്യും? ഞാൻ അവിടെയാണ് ചോദിക്കുന്നത്. CPI ഈ നിലപാട്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാട്, ഞങ്ങളുടെ നിലപാട് ഉറച്ചതാണെന്ന് പറയുന്നത് CPIയുടെ നിലപാട്, പ്രകാശ് ബാബു ബിനോയ് വിശ്വം പറഞ്ഞതിന് ഊക്ക് പോരാത്തത് കൊണ്ട് പിന്നെ പ്രകാശ് ബാബു ജനയുഗത്തിൽ വലിയ ഒരു ലേഖനം എഴുതി, ലേഖനത്തിൽ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു ADGPയെ മാറ്റിയേ പറ്റൂ എന്ന്. ആ ലേഖനവും ഇതാ അപ്രസക്തമായിരിക്കുന്നു, സ്വാഹയായിരിക്കുന്നു. ബിനോയ് വിശ്വത്തിന്റെ ഈ വീറും വാശിയും സ്വാഹയായിരിക്കുന്നു. KE ഇസ്മായിൽ മറുവശത്ത് നിന്നുകൊണ്ട് ഈ പാർട്ടിക്കാരുടെ ഇടയിൽ മറുവശത്ത്, അതായത് ബിനോയ് വിശ്വത്തിന് മറുവശത്ത് നിന്നുകൊണ്ട് KE ഇസ്മായിൽ ആവശ്യപ്പെട്ടതും പിന്നെ എന്തു പറയാം, ജലരേഖ പോലെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുന്നു. CPIയുടെ നിലപാട്, നേതാക്കൾ ഇപ്പോൾ എന്തായിരിക്കും പ്രതികരിക്കുക? ഇനി മാധ്യമങ്ങളെ കാണുമ്പോൾ ബിനോയ് വിശ്വവും പ്രകാശ് ബാബുവും ഒക്കെ KE ഇസ്മായിലിനെ അങ്ങ് വിട്ടേക്കാം. കാരണം KE ഇസ്മായിലിന് ഇപ്പം വലിയ റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ മാധ്യമക്കാർ വീട്ടിൽ പോയി കാണണമെങ്കിൽ എന്തെങ്കിലും പറയും. പക്ഷേ ഇവർക്കതല്ല, ഇവർക്ക് പൊതുമണ്ഡലത്തിൽ കുറച്ചുകൂടെ സജീവമായിട്ട് നിന്നേക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തിനും പ്രകാശ് ബാബുവിനും എന്തു പറയും?
എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? ഈ 6 മാസം എന്ന് പറയുന്നത് നീട്ടിക്കൊണ്ടുപോയിട്ട് വീണ്ടും 1 വർഷം വരെ ADGP കസേരയിലിരിക്കുമ്പോൾ, ആ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ പാർട്ടിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അണികളോട് എന്തു പറയും?